നീറ്റ് 2026 മെയ് 3 നടന്ന പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഈ വരുന്ന അധ്യയന വർഷത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഒരു പുതിയ പരീക്ഷ നടക്കും. എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത്? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു എളുപ്പമുള്ള എക്സാം അല്ലെങ്കിൽ മോഡറേറ്റ് എക്സാം, ഈസി ടു മോഡറേറ്റ് എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നത്. ഇനി വരുന്ന എക്സാം എങ്ങനെയായിരിക്കും? ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് ഇനിയും 30 മുതൽ 40 ദിവസം വരെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ എക്സാം മെയ് 3 എക്സാം ഹാളിൽ ഇരുന്ന് എഴുതി. അപ്പം അവിടെ ഇനി എന്താണ്, ആ ഒരു തരത്തിലുള്ള പേടിയില്ലാതെ അവർക്ക് എക്സാം ഹാളിലോട്ട് പോകാം. 700 മുകളിൽ 720 കിട്ടിയ വിദ്യാർത്ഥികളില്ലേ? ഏതാണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ പലരുടെയും പരസ്യം കണ്ടു. 720 കിട്ടിയ ഏതാണ്ട് ഒരു 10ഓളം വിദ്യാർത്ഥികളുണ്ടെന്നാണ് എൻ്റെ അറിവ്. 715 കിട്ടിയവര്, 700 കിട്ടിയവര്, 650 കിട്ടിയവര്, 600 കിട്ടിയവര്, അവരുടെ കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവിടെ എത്തി, അവരുടെ ലക്ഷ്യത്തിലെത്തി എന്നുള്ളത് പൂർത്തിയാക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആയി പോകുന്നത്. കോടതിയെ സമീപിക്കാൻ മേലെ എന്ന ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ 2024 അന്ന് എന്തുകൊണ്ട് റീനീറ്റ് എന്നൊരു ആശയത്തിൽ? തീർച്ചയായും 2024 സംഭവിച്ചത് മെയ് 3 നടന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലില്ല. നമ്മൾ മെയ് 2 നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. അവരുടെ പ്രോഗ്രാം 40 ദിവസത്തേക്ക് കൂടി അല്ല 50 ദിവസം എത്ര എന്നാണോ നീറ്റ് എക്സാം അന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ തുടരുകയാണ് എല്ലാ സെന്ററുകളും. ബിർലന്റെ ഇന്റഗ്രേറ്റഡ് ബാച്ച് ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും ക്രാഷ് ആണെങ്കിലും ആ പ്രോഗ്രാമുകളെല്ലാം എന്നാണോ ഇനി നീറ്റ് എക്സാം അന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരാളെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ ഒരാളെങ്കിലും അനർഹമായിട്ട് നമ്മൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ തുടച്ചു നീക്കപ്പെടും. നിങ്ങളെപ്പോലെ പഠിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് ആഗ്രഹിച്ച് ഇത്രയും തയ്യാറെടുത്ത് എഴുതുന്ന നിങ്ങൾക്ക് മുമ്പിൽ നീറ്റ് 2026 നമുക്കുള്ളതാണ് കൺഫേം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 178ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുടനീളം നീറ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയണം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സങ്കടം നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ നമുക്ക് വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും സംസാരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് തന്നെ. തീർച്ചയായിട്ടും സാറേ, ആദ്യമായിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളമെമ്പാടുമുള്ള അല്ലെങ്കിൽ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരോടൊക്കെ ആയിട്ട് ശിവൻ സാറിന് എന്താണ് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് ആരെയും വിധിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ നടപടികൾ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒക്കെ ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നീറ്റ് 2026 മെയ് 3 നടന്ന പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഈ വരുന്ന അധ്യയന വർഷത്തിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഒരു പുതിയ പരീക്ഷ നടക്കും. ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ ഒരു 30 മുതൽ 60 ദിവസം വരെ വേണം അവർക്കിതിന് തയ്യാറെടുക്കാനായിട്ട്. പുതിയൊരു ക്വസ്റ്റ്യനുകൾ പാക്കേജുകൾ തയ്യാറാക്കണം. അതിൻ്റെ പ്രിന്റിങ്, ഡിസ്ട്രിബ്യൂഷന് എല്ലാം കൂടെ കൂട്ടിയിട്ട് എക്സാം സെന്ററിന്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് 30 മുതൽ 60 ദിവസം വരെ ഇടയ്ക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള ഒരു സമയത്തായിരിക്കും ഒരു എക്സാം. വേണമെങ്കിൽ നേരത്തെ നടത്താമായിരിക്കാം. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള സമയത്തിനിടയ്ക്ക് നീറ്റ് 2026 റിവൈസ്ഡ് ഡേറ്റ് നടക്കുമെന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. അപ്പം നമുക്ക് മുമ്പിൽ ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശനത്തിന് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് ഇനിയും 30 മുതൽ 40 ദിവസം വരെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വരും വരായികളൊക്കെ അതിന് ശേഷമായിട്ട്. അപ്പം നമുക്കിനി എന്താണ് ചെയ്യാനുള്ളത്? ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളിലുള്ള കാര്യം, ഈ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇതിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ഇത് വളരെയധികം നീട്ടിക്കൊണ്ടുപോയി കോടതി നടപടികളിലേക്ക് കൊണ്ടുപോയി വിദ്യാർത്ഥികളുടെ ആശങ്ക വീണ്ടും കൂടുതലാക്കി. മറ്റൊരു കോടതി നടപടികളിലേക്ക് 2024 നമുക്ക് മുമ്പിലുണ്ട്. 3 മാസക്കാലമാണ് ആ കോടതിയിൽ ആ നീറ്റ് 2024 വാദപ്രതിവാദങ്ങൾ നടന്നത്. ഈ നിമിഷം മുതൽ ഇപ്പം റദ്ദ് ചെയ്യാം, ഇപ്പം വേണമെങ്കിൽ വീണ്ടും നടത്താം, എന്ത് വേണമെങ്കിലും നടത്താമെന്നൊരവസരം. അതിനുശേഷം ഒരു എക്സാമാണ് വരുന്നതെങ്കിൽ ആ എക്സാം നമ്മൾ പഠിച്ചതിൽ നിന്നും 3 മാസക്കാലം നമ്മളെല്ലാം മറന്നുപോയി. ഇതങ്ങനെയല്ല. മെയ് 3 കഴിഞ്ഞിട്ട് കേവലം 10 ദിവസം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. അവർ ആ പാറ്റേണിൽ നിന്ന് മാറിയിട്ടില്ല. അവർ വീണ്ടും എക്സാമുകളിലൂടെ, പരീക്ഷകളിലൂടെ, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ തീർച്ചയായിട്ടും അവർക്കൊരു 40 ദിവസം കൂടി പുതിയതായിട്ട് ലഭിക്കുകയാണ് ചെയ്യുക. അപ്പം ആ തീരുമാനം പെട്ടെന്ന് വന്നത് എന്താണെങ്കിലും നന്നായി. അപ്പം അത് ഒരു കാര്യം. പിന്നെ ഇവർക്കൊരു റിയൽ എക്സാം ഹാളിൻ്റെ
അനുഭവം ഇവർക്ക് കിട്ടി. നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ആധാർ കാർഡിന്റെ കാര്യത്തിൽ, ആധാറിന്റെ കാര്യത്തിൽ, ഡ്രസ് കോഡിന്റെ കാര്യത്തിൽ പല കാര്യത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. നമ്മൾ എപ്പം പറയുമായിരുന്നു ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല, അപ്ലൈ ചെയ്ത എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടും, അഡ്മിറ്റ് കാർഡ് എടുത്ത് എല്ലാവരും പരീക്ഷ എഴുതും, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എല്ലാം റാങ്ക് വരും, ഇത് റോൾ നമ്പർ തെറ്റിപ്പോയാൽ കുഴപ്പമില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമെങ്കിലും ഒരു റിയൽ എക്സാം ഹാളിൽ നിന്ന് കിട്ടിയെന്ന ഒരു അനുഭവം അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അവരൊരു മോഡൽ എക്സാം, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ എക്സാം മെയ് 3 എക്സാം ഹാളിൽ ഇരുന്ന് എഴുതി. അപ്പം അവിടെ ഇനി എന്താണ്, ആ ഒരു തരത്തിലുള്ള പേടിയില്ലാതെ അവർക്ക് എക്സാം ഹാളിലോട്ട് പോകാം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഒരു മോഡറേറ്റ് ലെവൽ എക്സാം വന്നപ്പോൾ നമുക്ക് വന്ന നെഗറ്റീവ് എന്താണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ എക്സാമിന് ഒരു മോഡറേറ്റ് ആണെന്ന് വിചാരിച്ച് ഒരു 600 മാർക്കിന് മുകളിലോട്ട് അല്ല ഒരു 650 മാർക്കിനോട്ട് മുകളിലോട്ട് എത്തിക്കാൻ നമ്മൾ എന്തായിരുന്നു ഇന്നലെ പഠിക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും മെയ് 3 കഴിഞ്ഞിട്ടുള്ള മെയ് 4 ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചർച്ച ചെയ്തതല്ല ആഗ്രഹിച്ച എന്താണ്, ഞാൻ ആ മെയ് 1, 2, 3 ഇന്ന രീതിയിലൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ചെയ്യാമായിരുന്നു. അത് നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞു. ഞാൻ തലേ ദിവസം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ഏത് രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു 10 മാർക്കും കൂടെ കൂടുതൽ മേടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മെയ് 3 എന്നുള്ള ആ ഒരു ദിവസത്തെ മറക്കാം, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാം. ഇവിടെ രക്ഷിതാക്കളുടെ റോളാണ് ഏറ്റവും വലുത്. കാരണം നമുക്ക് ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ 50, 60 ഒക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ നമുക്ക് ഇതിനകത്ത് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. പക്ഷേ 17, 18, 19 വയസ്സുള്ള വിദ്യാർത്ഥി ചിലപ്പോൾ 1, 2 പ്രാവശ്യമൊക്കെ ഇതിന് ശേഷം നീറ്റൊക്കെ എഴുതി നല്ലൊരു സ്കോറിലൊക്കെ എഴുതി വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഇനി ഒരിക്കൽ കൂടി എക്സാം ഹാളിലോട്ട് പോവുക എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും ഒരു പേടിപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കാം. പക്ഷെ റിയാലിറ്റി ആ വിദ്യാർത്ഥിക്ക് 100% അത് നല്ലതാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഇവിടെ രക്ഷിതാക്കൾക്ക് വലിയൊരു റോളുണ്ട് തങ്ങളുടെ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട്. കാരണം ഈ ഒരു രീതിയിലുള്ള പ്രവേശനത്തെയോ നിങ്ങളുടെ ആഗ്രഹത്തെയോ സ്വപ്നത്തെയോ ഒന്നും മെയ് 3 എന്ന് പറയുന്ന ആ ദിവസത്തെ എക്സാം ക്യാൻസൽ ചെയ്തതിന് ഒരു തടസ്സമാവില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ റിസൾട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ആ അടുത്ത റിവൈസ്ഡ് എക്സാം എഴുതുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവല് ഇതിനേക്കാളും നന്നായിട്ടായിരിക്കും ഇനി എക്സാം പോകുന്ന എല്ലാവർക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരണം. NTA കാര്യങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാർ ചർച്ച ചെയ്യട്ടെ. നമുക്ക് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാം. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മിടുക്കന്മാരായി കഴിവ് തെളിയിച്ചവരാണ്. അവർക്കിനി അവരുടെ കഴിവുകളെ ഒന്നും മറ്റൊന്നും തെളിയിക്കേണ്ടതായിട്ടില്ല. അവർക്കിനി അടുത്ത എക്സാമിൻ്റെ ഡേറ്റ് എന്താണെന്ന് വന്നിട്ട് ആ എക്സാം ഹാളിലോട്ട് പ്രവേശിച്ച് നീറ്റ് എക്സാം 2026 എഴുതിയാൽ മാത്രം മതിയാകും. ശരിയാണ്, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് അല്പസമയം എടുക്കും. ആ സമയം മനസ്സുകൾക്ക് കൊടുക്കുക, ഒന്ന് റിലാക്സിലോട്ട് വരാനായിട്ട് മനസ്സിനെ അനുവദിക്കുക. ബെർലിനിൻ്റെ ക്യാമ്പസുകളിലോട്ട് മടങ്ങി വരിക. മെയ് 2 മുതൽ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. നമ്മളുടെ എക്സാമിന്, പ്രധാനപ്പെട്ട എക്സാമിന് നമുക്കൊരു 40 ദിവസം കൂടി കിട്ടിയിരിക്കുന്നു. സാർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ തന്നെ ബെർലിനിലെ വിദ്യാർത്ഥികളും പേരൻസും ആഗ്രഹിക്കുന്നു ബെർലിൻ്റെ ഒരു സമീപനം ഇതോടെ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ബെർലിൻ്റെ 2 ഇയർ പ്രോഗ്രാമിലെ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ, നമ്മുടെ ഏറ്റവും പ്രധാനം നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥികളുണ്ട്, അങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവരൊക്കെ നോക്കുന്നത് ബെർലിൻ്റെ സമീപനം എങ്ങനെയാണ് ഈ ഒരു റീനീറ്റിനോട്. നമുക്ക് മെയ് 2 ഈ വിദ്യാർത്ഥികളോട് എന്തായിരുന്നോ അവർ ചിലപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലായിരുന്നിരിക്കാം, നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമിലായിരിക്കാം, ടെസ്റ്റ് സീരീസിലായിരിക്കാം, ക്രാഷ് ആയിരുന്നിരിക്കാം. അതെന്താണോ അത് തന്നെ വീണ്ടും നമ്മുടെ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക ചെയ്യുന്നത്. അവരുടെ പ്രോഗ്രാം 40 ദിവസത്തേക്കും കൂടി അല്ല 50 ദിവസം എത്ര എന്നാണോ നീറ്റ് എക്സാം അന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ തുടരുകയാണ്. ആ കോഴ്സ് ഫീസിൽ, ആ പഴയ ഫീസിൽ, പഴയ ഹോസ്റ്റലിൽ, പഴയ ക്ലാസ് ടീച്ചറിൽ, പഴയ ആംബിയൻസിൽ 40 ദിവസം കൂടെ തുടരുന്നു. ഏത് സെൻറ്റർ ആണെങ്കിലും ആ സെൻറ്ററിൽ അവരുടെ ഹോസ്റ്റലിൽ അവർ നിന്ന് പഠിക്കുന്നു. ക്രാഷ് ആണെങ്കിൽ അവർ ഓൺലൈൻ ആയിരുന്നെങ്കിൽ അങ്ങനെ, അതല്ല അവർക്ക് ഇനി ബാക്കിയുള്ള മോഡൽ എക്സാമുകൾ വരാനാണെങ്കിൽ അങ്ങനെ. ഇനി നമുക്ക് നന്നായിട്ട് പരീക്ഷകൾ എഴുതുകയും അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും ഡിസ്കഷനും ആണ് കൂടുതലായിട്ട് വേണ്ടത്. കാരണം ഇനി നമുക്ക് NCERT ബയോളജി നന്നായിട്ട് വായിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ധാരാളം ക്വസ്റ്റ്യനുകൾ ചെയ്യാനുണ്ട്. ഒരു ദിവസം തന്നെ വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. ഒരു ദിവസം തന്നെ നമ്മൾ 1000 ക്വസ്റ്റ്യനുകളും ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് കിടങ്ങുകയാണ്. അപ്പം ആ ഡെയിലി റൊട്ടീൻ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും എല്ലാ സെൻറ്ററുകളും, ബെർലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് ആണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും ക്രാഷ് ആണെങ്കിലും ആ പ്രോഗ്രാമുകളെല്ലാം എന്നാണോ ഇനി നീറ്റ് എക്സാം അന്ന് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം കോൺടാക്ട് ചെയ്യുകയും അവരോടെല്ലാം ക്യാമ്പസിലോട്ട് മടങ്ങി വരാൻ പറയുകയാണ് നമ്മൾ ചെയ്യുന്നത്.
സർ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഒരു എക്സാമിന്റെ ലെവൽ എത്രത്തോളം ആയിരിക്കും എന്നതൊക്കെ ഇപ്പൊ കുട്ടികൾ കമന്റിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ മനസ്സിലെ ഒരു പ്രധാന കൺസേൺ ആണ്. തീർച്ചയായിട്ടും 2016 ഇത്തരത്തിലൊരു റീനീറ്റ് നടന്നിട്ടുണ്ടല്ലോ. അത് സാങ്കേതികമായിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സാങ്കേതികമായിട്ട് വന്നപ്പോൾ 2016 AIPMD ഒക്കെ ഉണ്ട്. അതായത് നീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് വീണ്ടും 2016 വന്നപ്പോൾ അത് റീനീറ്റ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. അന്ന് സാങ്കേതികമായിരുന്നെങ്കിൽ ഇന്നത് എക്സാമിന്റെ ഒരു സുതാര്യത വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. 2024 നമ്മൾ മുൻ എപ്പിസോഡിലൊക്കെ പറയുമ്പോൾ ഞാൻ അത് ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. NDA നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അവിടെയാണ് നമുക്ക് ഈ വിശ്വാസ്യത. ഒരു വിദ്യാർത്ഥി ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ട് ഒരു എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ ആ എക്സാമിന് ഉണ്ടാകേണ്ട വിശ്വാസ്യത അത് നിലനിർത്താൻ NDAക്ക് സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഏറെ വേദനാജനകമാണ്. കാരണം ഒരു നീണ്ട തപസ്യയാണ് ഒരു വിദ്യാർത്ഥിക്കും ഒരു രക്ഷിതാവിനും ആ എക്സാം ഹാൾ എന്ന് പറയുന്നത്. അവിടെ വേണ്ട വിശ്വാസ്യത ബൈ നോട്ടിഫിക്കേഷനിൽ എല്ലാം NDA പുലർത്തിയിരുന്നു. പക്ഷെ റിയാലിറ്റി വന്നപ്പോൾ അതങ്ങനെയല്ല ഇരുന്നു എന്നുള്ളത്, ആ വിശ്വാസ്യതയാണ് 2024 സുപ്രീം കോടതി പലവട്ടം ആവർത്തിച്ച് ചോദിച്ചത്, ഇതിനു വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ഇനി ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അതൊന്നും സാങ്കേതികമായിട്ട് നടപ്പായില്ല എന്നുള്ളതാണ് 2026 യാഥാർത്ഥ്യം. സാർ അപ്പോൾ 2016 ഇതുപോലെ ഒരു രണ്ടാമതൊരു നീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു, പിന്നീട് വന്നത് കുറച്ച് ബുദ്ധിമുട്ടായി, അതിനേക്കാളും ടഫായിരുന്നു. യെസ്. അപ്പോൾ ഇനിയിപ്പോൾ 2026 എത്തുമ്പോഴും 2024 അങ്ങനെയാണ്. കുറച്ച് സെന്ററുകൾ വേറെ എക്സാം നടത്തുകയുണ്ടായി. അത് മറ്റേതിനേക്കാൾ അല്പം ടഫായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഒരു എളുപ്പമുള്ള എക്സാം അല്ലെങ്കിൽ മോഡറേറ്റ് എക്സാം, ഈസി ടു മോഡറേറ്റ് എന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നത്. ഇനി വരുന്ന എക്സാം എങ്ങനെയായിരിക്കും? ഇല്ല, NDAക്ക് അങ്ങനെയുള്ള പ്ലാനുകളൊന്നുമില്ല. ഇനിയിപ്പം അവരുടെ കയ്യിലിരുന്ന അവരുടെ ക്വസ്റ്റ്യൻ ബാങ്ക് മുഴുവൻ ഇപ്പൊ ചോർന്നു. അപ്പൊ അവർക്ക് എന്താണെങ്കിലും പുതിയതായിട്ടൊരു ക്വസ്റ്റ്യൻ സെറ്റ് 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മുൻവിധികളൊന്നുമില്ലാതെ നീറ്റ് 2026 റിവൈസ് നടക്കും. അത് ഈ 2026 മെയ് നടന്നതിനേക്കാളും മോഡറേറ്റ് ആവും, അല്ലെങ്കിൽ ഇതിനേക്കാളും ടഫായിട്ട് നടത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇതൊരു ലീക്ക് ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നടത്താനുള്ള സാധ്യത നമുക്ക് മുമ്പിൽ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മെയ് 3 അല്ല നമ്മുടെ മുമ്പിൽ, മെയ് 2 മെയ് 3 നടന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിലില്ല. നമ്മൾ മെയ് 2 നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് സിമ്പിളോ ടഫോ അല്ലെങ്കിൽ ഏതുമാവട്ടെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വീണ്ടും ഒരു ദിവസം 1000ഓളം ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പാറ്റേണിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. എന്നിട്ടാണ് നമ്മൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് തിയറിയിലൂടെയും ഡൗട്ട് ക്ലിയറൻസിലൂടെയും ഒക്കെ നമ്മൾ പ്രൊവൈസറി ഡേറ്റിലോട്ട് വരുന്നത്. അപ്പം എക്സാം ഇനി വരുന്ന എക്സാമിനെ കുറിച്ച് മുൻവിധികളൊന്നും എടുക്കരുത്. നമ്മൾ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻ 2025 പോലെയുള്ളതും 24 പോലെയുള്ളതും 23 പോലെ എല്ലാ ലെവലുള്ള ക്വസ്റ്റ്യൻസും തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സർ അതുപോലെ തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. എങ്കിലും ഇത് ഒരു എക്സാം സെന്റർ ഇനി എങ്ങനെ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ ഒരുപാട് പേര് വിദേശത്താണ്, മാതാപിതാക്കൾ അവർ വിദേശത്തേക്ക് പോയവരുണ്ട്. അവരുടെ ടെസ്റ്റ് മെറ്റീരിയൽ എല്ലാം ഇവിടെ വെച്ചിട്ട് വിദേശങ്ങളിലോട്ടൊക്കെ പോയവരുണ്ട്. അമേരിക്കയ്ക്ക് ഇന്നൊക്കെ ഫ്ലൈറ്റിന് പോയവരുണ്ട്, UAE ചെന്നിട്ട് വിളിച്ചവരുണ്ട്, ധാരാളം അതാത് നാടുകളിലോട്ട് എല്ലാവരും തന്നെ മടങ്ങിയവരാണ്. അതെ, ഇപ്പോൾ നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ കോട്ടയത്ത് തന്നെ എക്സാം എഴുതുന്ന ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പല ജില്ലകളിൽ നിന്നുള്ളവരാണ് താരം. അപ്പൊ ഈ വിദ്യാർത്ഥികളുടെ ഒരു എക്സാം സെന്ററിന്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ NDA ആ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം അവരുടെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ തന്നിരിക്കുന്നത് എക്സാമിന്റെ ഡേറ്റ് ആദ്യം അനൗൺസ് ചെയ്യും. ജൂൺ ലാസ്റ്റ് വീക്കെന്നോ അല്ലെങ്കിൽ എന്നാണെങ്കിലും ജൂൺ ലാസ്റ്റ് വീക്ക് അല്ലെ ജൂലൈയിലോ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്യും. എക്സാം സിറ്റി അനൗൺസ്മെന്റ് നടത്തും, ഹോൾ ടിക്കറ്റ് എടുക്കും, പരീക്ഷ എഴുതും. വേറെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയോ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. NDAയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. എക്സാം സെന്റർ ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ളത് ഭൂരിഭാഗം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യകത ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യണം. അതിപ്പം വേണമെന്നില്ല, കാരണം NDAയും ഇതിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും എക്സാം സെന്റർ വിദേശത്തേക്കോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോട്ടോ മാറാനാണെങ്കിൽ നമ്മൾ യഥാസമയം റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പം പറ്റുള്ളൂ. NDAക്ക് റിക്വസ്റ്റ് ചെയ്യുകയും, കാരണം മുൻകാല അനുഭവങ്ങൾ മാറ്റി കൊടുത്തിട്ടില്ല. 2016 2024 ചേഞ്ച് ചെയ്ത സമയത്തോ മറ്റ് എക്സാം സെന്ററിന്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ വീണ്ടും റീടെസ്റ്റ് നടത്തിയപ്പോൾ ഒന്നും എക്സാം സെന്റർ മാറ്റാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ NDA നൽകിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സെന്റർ മാറ്റം ഒന്നും നമുക്ക് ഇപ്പൊ പറയാനായിട്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ NDAയുമായിട്ട് കോണ്ടാക്ട് ചെയ്യും, അവർക്ക് മെയിൽ അയക്കാൻ മാത്രമേ നിലവിൽ നിർവാഹമുള്ളൂ. പക്ഷെ അതൊന്നും നമ്മുടെ എക്സാമിന്റെ ഡിഫിക്കൽട്ടിയാണ്, കാരണം നമുക്ക് അത്രത്തോളം സമയമുണ്ട്. എക്സാം സിറ്റി അനൗൺസ്മെന്റ് ആദ്യം വരും, നമുക്ക് എവിടെയാണ് സിറ്റി എന്നുള്ളത്. അപ്പം അതനുസരിച്ച് അവർക്ക് യാത്രയൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് 2026
കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു സമയക്രമീകരണത്തിനെ കുറിച്ച് നേരത്തെ തന്നെ NTA അറിയിക്കുകയും ചെയ്യും. അപ്പം വിദേശത്തുള്ളവർക്കാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള ഇപ്പം എന്നാണ് എക്സാം ഡേറ്റ് എന്ന് വന്നതിന് ശേഷം മതി. എക്സാം ഡേറ്റ് ആദ്യം അനൗൺസ് ചെയ്യും. വിത്തിൻ 2 or 3 ഡേയ്സിനുള്ളിൽ തന്നെ എക്സാം ഡേറ്റ് വരും. ഡേറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാം. വിദേശത്താണോ അതോ മറ്റ് സ്ഥലങ്ങളിലാണോ എന്നറിയാം. അതനുസരിച്ച് നിങ്ങൾക്കൊരു എക്സാം സെൻറ്റർ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ NTA കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറേ, ഏകദേശം 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം. തീർച്ചയായിട്ടും ലോകത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഓഫ്ലൈനായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന എക്സാമാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, നീറ്റ്. അത് MBBS എന്നൊരു കോഴ്സിനോടുള്ള അവരുടെ ആഗ്രഹം, അതായത് കുട്ടിക്കാലത്ത് തന്നെ ഡോക്ടർ ആകണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം തപസ്സനുഷ്ഠിച്ചാണെങ്കിലും ഈ എക്സാമിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ തയ്യാറാകുന്നത്. സുരക്ഷാ നടപടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ക്രമീകരണങ്ങളാണ് ഈ ഒരു എക്സാമിനുള്ളത് തന്നെ. അതാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. കാരണം NTA ആദ്യം മുതൽ തന്നെ ഇവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് വെബ്സൈറ്റ് വഴിയും എക്സ് വഴിയും ട്വീറ്റിയും ഒക്കെ പല ലെവലിലുള്ള സുരക്ഷാ ക്രമീകരണം കളക്ടറുടെ തലത്തിലായിരുന്നു ഇതിനകത്തുള്ള ചർച്ചകൾ നടന്നതും. പോലീസ് അധികാരികളുടെ അടിസ്ഥാനത്തിലും GPS വഴിയും പല പല സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെന്നുള്ളത് വെബ്സൈറ്റിൽ അവർ പല ആവർത്തി പറഞ്ഞതുമാണ്. അതെ സർ, ഇതിൻ്റെ റിയാലിറ്റി ഇതിനെല്ലാം അവസാനം നമ്മൾ എത്തി നിൽക്കുമ്പോൾ അതൊരു റീനീറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെയും ഇടയിൽ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയൊരു സമൂഹം ആളുകളുണ്ട്. തീർച്ചയായിട്ടും. കാരണം 700 മുകളിൽ 720 കിട്ടിയ വിദ്യാർത്ഥികളില്ലേ. ഏതാണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ പലരുടെയും പരസ്യം കണ്ടു. 720 കിട്ടിയ ഏതാണ്ട് ഒരു 10ഓളം വിദ്യാർത്ഥികളുണ്ടെന്നാണ് എൻ്റെ അറിവ്. 715 കിട്ടിയവര്, 700 കിട്ടിയവര്, 650 കിട്ടിയവര്, 600 കിട്ടിയവര്, അവരുടെ കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവിടെ എത്തി, അവരുടെ ലക്ഷ്യത്തിലെത്തി എന്നുള്ളത് പൂർത്തിയാക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആയി പോകുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഇനി ഇതിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? നമ്മുടെ കമന്റിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കോടതിയെ സമീപിക്കാൻ മേലെ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ലീക്കായി. നമുക്ക് ആ പരീക്ഷ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു നിയമ സംവിധാനത്തിന്റെ മുൻപേ പോയി നമ്മൾ നിയമിച്ചിരുന്നതല്ല. നമ്മൾ അതിന് മുമ്പിൽ നമുക്ക് മുൻകാല അനുഭവങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഒരു എക്സാം നടന്നു, അത് ലീക്കാണ്. അതിന് വളരെയധികം സാങ്കേതികത്വമായിട്ട് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് NTA തന്നെ അവരുടെ വെബ്സൈറ്റിൽ അറിയിക്കുകയും ചെയ്തു. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അത് വന്നു, അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിനെതിരെ നിയമ നടപടികളുമായിട്ട് പോയാലും അതൊരിക്കലും നിലനിൽക്കുകയില്ല. കാരണം ഓൾറെഡി ലീക്കായ ഒരു ക്വസ്റ്റ്യൻ നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതിയും കേസ് ഫയൽ സ്വീകരിക്കുകയോ മുമ്പോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാൻ അനുവദിക്കുകയില്ല. റീനീറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല കാര്യം. കാരണം ഇത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റീനീറ്റ് തന്നെയാണ് ഇതിനുള്ള ഉചിതമായ തീരുമാനം. അത് എത്രയും ആദ്യം എടുത്തത് നന്നായി എന്ന് മാത്രം. സാറേ, അങ്ങനെയെങ്കിൽ 2024 ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വിധേയമായതാണ് നീറ്റ് 2024. അന്ന് എന്തുകൊണ്ട് റീനീറ്റ് എന്നൊരു ആശയത്തിലേക്ക്? തീർച്ചയായും 2024 സംഭവിച്ചത് ഒരു എക്സാം സെന്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ്റെ പാക്കറ്റ് അന്ന് രാവിലെ പൊട്ടിക്കുകയും ആ കുറച്ചൊരു ഗ്രൂപ്പിൽ മാത്രം ആ ക്വസ്റ്റ്യൻ മൊത്തത്തിലൊരു സമൂഹത്തിലോട്ട് അത് പടർന്നില്ല എന്നുള്ളതാണ് NTAയും CBIയും ഒക്കെ കണ്ടെത്തിയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു എക്സാം സെന്ററിലുള്ള കുറച്ച് പേർക്ക് മാത്രം അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് ആ സെന്ററിലുള്ള ആ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് പറയുന്നവരെ മാത്രം അത് ഡീബാർ ചെയ്യുകയും എക്സാമിന് വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി തന്നെ അത് വളരെ വിപുലമായിട്ട് അതിൻ്റെ ശരിക്കും സോളിറ്റർ ജനറൽ തന്നെ അത് വാക്കാൽ കോടതി അറിയിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് അത് ക്യാൻസൽ ചെയ്യാതെ പോയത്. അതിൻ്റെ നമുക്കറിയാം 3 മാസക്കാലത്തോളം വളരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് 2024 അന്ന് ഇങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാകരുത്. കാരണം വിശ്വാസ്യത എന്ന് പറയുന്നത് അത് ഒരെണ്ണമാണെങ്കിൽ പോലും ചോരാൻ ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അത് ഒരു കാരണവശാലും അത് ആവർത്തിക്കരുതെന്നുള്ള കോടതിയുടെ വ്യക്തമായ വിധിയും അന്നുണ്ടായിരുന്നു. പക്ഷേ 2026 അത് യാഥാർത്ഥ്യമായി. 2024 ഒരു സെന്ററിൽ ഒരു പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് വന്നൊരു ഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ, കാരണം അവർ പല സെറ്റ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ ഔട്ടായി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ക്യാൻസൽ ചെയ്യാതെ വേറെ നിവൃത്തിയില്ലാതെ വന്നു. സർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സുരക്ഷാ നടപടികൾക്കൊക്കെ അവസാനം ഇത്രയും കർശനമായ കാര്യങ്ങൾക്കൊടുവിൽ
ഇങ്ങനൊരു ചോർച്ച അല്ലെങ്കിൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ചോരുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇതിന് NTA എടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ പ്രിന്റിങ് മുതൽ, അതായത് പ്രസ് മുതലുള്ള വളരെ സുരക്ഷാ നടപടികളായിരിക്കാം എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് മറ്റാരുടെ കയ്യിലൊക്കെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണല്ലോ നമുക്ക് സോഷ്യൽ മീഡിയകൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ തന്നെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനുകൾ തന്നെ മറ്റു ഭാഷകളിലോട്ട് മൊഴി മാറ്റുമ്പോഴൊക്കെ തന്നെ ഇത് പബ്ലിക്കിലോട്ട് പോകാനുള്ള സാങ്കേതികത്വമാണ് ഇപ്പോൾ. കാരണം ഇവര് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മറ്റുള്ളവർക്ക് ലഭ്യമായി എന്നുള്ളതൊക്കെ വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. കാരണം ഇതിന്റെ എല്ലാ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ആണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിച്ചതെന്നാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. അപ്പം അവിടെ മുതൽ തന്നെ, കാരണം ഇപ്പം ഓരോ എക്സാമിൻ്റെയും വളരെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കുന്നത് പോലും മൊബൈലുകളും ഇന്റർനെറ്റുകളും സോഷ്യൽ മീഡിയകളും എല്ലാം ഒഴിവാക്കിയിട്ടുള്ളൊരു വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു മുറിയിൽ ഇരുന്നിട്ടാണ് ഒരു പറ്റം ആൾക്കാർ പല സബ്ജക്റ്റിൻ്റെയും എക്സ്പേർട്ടുകൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. അപ്പം ആ ഭാഗങ്ങളിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റ് ഭാഷകളിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. കാരണം 13 ഭാഷകളിൽ, റീജിയണൽ ലാംഗ്വേജുകളിൽ നീറ്റ് എക്സാം നടക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മറ്റ് പ്രാദേശിക ഭാഷകളിലൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ ഇതിനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് NTA തിരിച്ചറിയണമായിരുന്നു. അല്ലാതെ ഇത് പ്രിന്റ് ചെയ്ത് സെന്ററുകളിലോട്ട് പോകുമ്പോൾ അത് അല്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ ഇത് മറ്റുള്ള കൈകളിലേക്ക് കിട്ടി, അരുതാത്ത ചിത്രശക്തികളിലേക്ക് കിട്ടി എന്നുള്ളത് ഇപ്പോഴാണ് അവർക്കത് മനസ്സിലാകുന്നത്. ശിവൻ സാർ, ഒരുപക്ഷെ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെയൊക്കെ വന്ന് ആദ്യമായിട്ട് നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരുപക്ഷെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഈ കഴിഞ്ഞ നീറ്റ്. അപ്പോൾ അവർ ഒരുപക്ഷെ നമ്മുടെ ബ്രില്ലിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വർഷത്തെ നീറ്റ് 2027 വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ഇരുന്നവരുമായിരുന്നു. അവർക്ക് മുൻപിൽ ഒരു ചാൻസ് കൂടെ വരികയാണ്. അവരെങ്ങനെ ഇതിനെ നോക്കി കാണണം? ഇല്ല, നമുക്കിത് ഈ 2026 എക്സാമിനെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റാത്തവർക്ക് ശരിയാണ്, ഒരു അവസരം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അവർ ഇനി ഈ ഒരു റിവൈസഡ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അത് എഴുതണ്ടെന്നല്ല, പൂർണ്ണമായും അത് എഴുതണം. പക്ഷെ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തവർ അതിൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള പാറ്റേണിൽ തന്നെ പോകണം. കാരണം നമുക്ക് ജൂൺ മുതൽ ഡിസംബർ വരെ NCERTയുടെ മുഴുവൻ ക്ലാസ്സുകളും മൺഡേ ടു ഫ്രൈഡേ എടുത്ത് വീക്ക്ലി എക്സാം നടത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് നമ്മൾ ജനുവരി മുതൽ മോഡൽ എക്സാമുകളിലൂടെ പോകുന്നത്. അപ്പം ആ പാറ്റേണിൽ കൂടെ തന്നെ പോയിട്ട് വേണം നമുക്ക് നീറ്റിൽ ഒരു നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ട്. അപ്പം റിവൈസ്ഡ് നീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കാണിച്ചു കഴിഞ്ഞാൽ 2 മാസക്കാലത്തോടെ നമ്മൾ വെറുതെ പോകും. പിന്നെ വീണ്ടും നമ്മൾ ജൂലൈയിൽ 1 തുടങ്ങാൻ ഇട്ടിരുന്നു കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്തവരുടെയോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തവരുടെ കാര്യമല്ല. നമ്മൾ 2027 വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ഇത് സീരിയസ് ആയിട്ടൊന്നും എഴുതാത്ത ഒരാളെ സംബന്ധിച്ചോളം നമുക്ക് ഒരു വർഷത്തെ ഒരു പാക്കേജ് തന്നെ വേണം. അവർക്ക് എത്രയും നേരത്തെ തന്നെ ക്ലാസ്സുകൾ തുടങ്ങി തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ വർഷത്തെ എക്സാം എഴുതണം. കാരണം ഒരു മാനേജ്മെന്റ് സീറ്റ് നോക്കുന്നവരോ അല്ലെങ്കിൽ ഒരുവിധം നന്നായിട്ട് പഠിച്ചു വന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് സീറ്റിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാം എഴുതണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിക്കുന്നത് അത്ര നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ റെഗുലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങണം. ശിവൻ സാറെ, എല്ലാവരുടെയും ഒരു സംശയം, അതായത് നീറ്റ് 2026 അല്ലെങ്കിൽ നീറ്റിന്റെ രാജ്യത്തെ മെഡിക്കൽ മേഖലയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എക്സാമിനെ ഇത്ര കണ്ട് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് വിമർശനങ്ങൾക്ക് ഭയങ്കരമായി വിധേയമായിരിക്കുകയാണ്. ഇനി ഇത് ഒരു റീനീറ്റ് എന്ന് പറയുമ്പോഴും അവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നീറ്റിനെ വിശ്വസിക്കാമോ അല്ലെങ്കിൽ NTA വിശ്വസിക്കാമോ? അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങളിൽ ഇപ്പൊ 2024 തന്നെയാണെങ്കിലും ഇത്രയേറെ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും 2025 നീറ്റ് ഏറ്റവും നല്ല രീതിയിൽ നടത്തി. ഒരു നെഗറ്റീവും കാണിക്കാതെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജോ അല്ലെങ്കിൽ മറ്റൊരു മാൽ പ്രാക്ടീസോ കാണിക്കാതെ തന്നെ നീറ്റ് 2025 നടത്തിയല്ലോ. അപ്പം അത് നടത്താൻ മേലായികയല്ല. നമ്മൾ 100 പഴുതുകൾ അടയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ആ പഴുതുകൾ ഉണ്ടാവുന്നു എന്നുള്ള തിരിച്ചറിവ് NTA കാണിക്കണമായിരുന്നു. അവിടെയാണ് NTA പരാജയപ്പെട്ടത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം, ബ്രില്ലിനെ സംബന്ധിച്ചോളം NTA അല്ലെ നീറ്റിന്റെ വിശ്വാസ്യതയ്ക്ക് യാതൊരു കോട്ടവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരാണ് മെഡിക്കൽ കോളേജുകളിലും എയിംസിലും ജിപ്മറിലും എത്തേണ്ടത്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരാളെങ്കിലും, ഓൾ ഇന്ത്യ ലെവലിൽ ഒരാളെങ്കിലും അനർഹമായിട്ട് നമ്മൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ തുടച്ചു നീക്കപ്പെടും. നമുക്കത് മതി.
നമുക്കത് മതി. അതെ, ഓൾ ഇന്ത്യ റാങ്കിലാണെങ്കിലും അത് ആദ്യത്തെ 100-നകത്താണെങ്കിലും ആദ്യത്തെ 1000-നകത്താണെങ്കിലും ഇനി 25,000-നകത്താണെങ്കിലും 1,00,000-ത്തിലാണെങ്കിലും അനർഹമായിട്ടൊരാളുണ്ടായിരുന്നെങ്കിൽ അയാൾ ഇതാ മാറ്റപ്പെടാൻ പോവുകയാണ്. നിങ്ങളെപ്പോലെ പഠിച്ച് പരീക്ഷയ്ക്ക് നന്നായിട്ട് ആഗ്രഹിച്ച് ഇത്രയും തയ്യാറെടുത്ത് എഴുതുന്ന നിങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു അനുഗ്രഹമാണ് അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ആ സീറ്റ് വരികയാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് ആ സീറ്റ് മറ്റോ മാറി. ഇനി നമുക്ക് വേണ്ടിയിട്ടാണ് റിവൈസ്ഡ് എക്സാം നടക്കുന്നത്. അപ്പൊ അതാണ് നമ്മളെ സംബന്ധിച്ചോളവും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചോളവും നീറ്റ് റിവൈസ്ഡ് എക്സാം എന്ന് പറയുന്നത് അത് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവണം, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. കൂടുതൽ കരുത്താർജിച്ച് നമ്മൾ എക്സാമിലോട്ട് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. എൻ്റെ ബ്രില്യൻ ടീം എനിക്ക് ഏറ്റവും വലിയ കാര്യം തോന്നിയത്, എനിക്ക് തോന്നുന്നു 11 മണിയോടുകൂടിയാണ് ഈ വാർത്ത വരുന്നത്. 11:05 ആയപ്പോൾ തന്നെ സർമോൻ സാറിൻ്റെയും ഡയറക്ടർ സാറിൻ്റെയും ഒക്കെ കാര്യത്തിൽ അടുത്ത മോഡൽ ഷെഡ്യൂളുകൾ, അടുത്ത പരീക്ഷകൾ, ഇന്നത്തെ വൈകുന്നേരത്തെ വെബെക്സ് മീറ്റിങ്ങുകൾ, ഹോസ്റ്റലുകളുടെ കാര്യങ്ങളിലോട്ട് വേണ്ടിയിട്ട് ആ കാര്യത്തിലുള്ള ആളുകൾ, ക്യാൻറ്റീൻ്റെ ആൾക്കാർ, അവിടെ സെൻറ്ററുകളുടെ കാര്യത്തിൽ, അങ്ങനെ പ്രൈവറ്റ് ഹോസ്റ്റലുകളും മറ്റ് ഹോസ്റ്റലുകളുടെ മെനിക്കോണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുതിയ ബാച്ചിന് എടുക്കാനായിട്ട്. അപ്പൊ അത് തൽക്കാലം നിർത്തിയിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായി ചർച്ചകൾ, മാനസികമായി അവരെ പ്രിപ്പയർ ആക്കാൻ മെന്റേഴ്സിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, മീറ്റിങ്ങുകൾ, ഓഡിറ്റോറിയത്തിൽ തന്നെ ജനറൽ മീറ്റിങ്ങുകൾ ഇപ്പം 3 കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം വളരെ വിപുലമായ മീറ്റിങ്ങുകൾ നടക്കുന്നു. അപ്പം നീറ്റ് 2026 നമുക്കുള്ളതാണ് കൺഫേം. അതിനു വേണ്ടിയിട്ട് നമുക്കിനി നമുക്ക് ഒരു 40 ദിവസം കൂടി കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നു. ആ രീതിയിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബാക്കിയുള്ളത് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടത്താനായിട്ട് NDAക്ക് കഴിയട്ടെ. യെസ്. അപ്പോൾ ശിവൻ സാർ ഇത് പറഞ്ഞു തുടങ്ങിയത് തന്നെ നമുക്ക് നീറ്റ് 2026 എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെയൊക്കെ മറക്കാം, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാം. ഒരു ദിവസം കൂടി നിങ്ങൾക്കായി തുറന്നു കിട്ടാൻ പോവുകയാണ്. അതായത് സാറ് പറഞ്ഞതുപോലെ അർഹനല്ലാത്ത ഒരുവൻ അവിടെ കയറിയിരുന്നെങ്കിൽ നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നേനെ. ഇനി ആ പ്രശ്നം ചോദ്യം ചെയ്യപ്പെട്ടു. ആ അർഹനല്ലാത്ത ആളുകളെ മാറ്റിയതിന് ശേഷം അർഹതപ്പെട്ട നിങ്ങൾക്കായിട്ട് ആ വാതിൽ ഒരിക്കൽ കൂടി തുറക്കുകയാണ്. അവിടെ കയറി ഒരു മെഡിക്കൽ സീറ്റ് ഉറപ്പിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു MBBS സീറ്റ് നേടാൻ സാധിക്കുക എന്നത് നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ലക്ഷ്യമാണ്. അതിലേക്കുള്ളൊരു യാത്രയാണിത്. ആ യാത്രയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളതിനെ നേരിടും, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. നീറ്റ് 2026 ശിവൻ സാറ് പറഞ്ഞതുപോലെ നമുക്കുള്ളതാണ്. ലോകമെമ്പാടും ഇരുന്ന് ഈ ഒരു പ്രോഗ്രാം കാണുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകർക്കുണ്ട്. അവരാരും അവരുടെ ശുഭാപ്തി വിശ്വാസം കൈവിടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ബ്രില്യൻറ്റിലേക്ക് വീണ്ടും കടന്നു വരാം. ഇനിയും നീറ്റ് പോലുള്ള എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ബ്രില്യൻറ്റിലേക്ക് കടന്നു വരാനുള്ള വലിയ അവസരങ്ങൾ 2026 റിവൈസിന് നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നെ നമ്മുടെ ഈ ചാനലുകൾ വഴി. കാരണം ഇനി പുതിയ ഡേറ്റ് എന്താണ്, അതിനു വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, സെന്റർ മാറ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എക്സാം സിറ്റിയായിട്ട് കാര്യങ്ങളുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴി നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. യെസ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഏറ്റവും ആധികാരികമായി അറിയാൻ തന്നെ ബ്രില്യൻറ്റിൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.